ഇത് നമുക്ക് ട്രഡീഷണലായിട്ട് പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിലുണ്ടാകുന്ന പോലത്തെ ഒരു അത്തപ്പൂക്കളം സെറ്റ് ചെയ്തെടുത്താലോ. കല്ലുമ്മക്കായുടെ ഷെല്ലും ഡിസ്പോസിബിൾ സ്പൂണും കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിലൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കല്ലുമ്മക്കായുടെ ഷെല്ല് ഇതുപോലെ ഓർഡറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനൊരു 3 ലെയർസാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കല്ലുമ്മക്കായുടെ ഷെല്ലൊക്കെ തീർന്നു പോയി. അതിനുശേഷം ഞാനൊരു ഡിസ്പോസിബിൾ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനിയും ഷെല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ഒട്ടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഷെൽസ് ഒന്നുമില്ല, ഡിസ്പോസിബിൾ സ്പൂൺ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇപ്പോൾ ഫുൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ബേസ് കോട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ വൈറ്റ് ബേസ് കോട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടിക്കാൻ പോകുന്ന പെയിൻ്റൊക്കെ നല്ലപോലെ പിടിക്കും. കാരണം ഇത് കല്ലുമ്മക്കായുടെ ഷെല്ലല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സർഫസിലൊക്കെ നല്ലപോലെ പിടിക്കണമെങ്കിൽ വൈറ്റ് ബേസ് കോട്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ വൈറ്റ് ബേസ് കോട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയറിൽ യെല്ലോ ആണ് കേട്ടോ കൊടുക്കുന്നത്. യെല്ലോ കളർ ഇപ്പോൾ ഞങ്ങളൊരു 2 കോട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഇച്ചിരി ഒരു ലൈറ്റ് കളറല്ലേ, അപ്പോൾ അത് ഇച്ചിരി ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡ് കളറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. റെഡ് കളറും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം കൊടുക്കുക കേട്ടോ. റെഡ് ഞങ്ങളൊരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ റെഡ് അടിച്ചു, പിന്നെ ഒരു പിങ്ക് കളർ അടിച്ചു. അതുപോലെ തന്നെ റെഡിൻ്റെ തന്നെ 2 ഷെയ്ഡ്സ് വേറെ അടിച്ചു. അതുപോലെ ഒരു ലാവൻഡർ കളർ വേറെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന പോലത്തെ ഒരു റൗണ്ട് പീസ് കാർഡ്ബോർഡിൽ ഇതുപോലെ പ്ലാസ്റ്റിക് സ്പൂൺസ് ഒട്ടിച്ച് ഒരു ഫ്ലവർ നടുക്ക് വെച്ച്. അപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക്? ബൈ.